കേന്ദ്ര സർക്കാരിനെതിരെ കൂടി മുനയുണ്ട് എന്ന സ്വഭാവമുള്ള സമരമാണെങ്കിൽ അവിടെ സുരേഷ് ഗോപിക്ക് വരാൻ കഴിയില്ല, അവിടെ കേന്ദ്രമന്ത്രിക്ക് വരാൻ കഴിയില്ല. ഇവിടെ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മന്ത്രി വരാത്തത്, ഒരു CPIM നേതാവ് വരാത്തത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളത് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുന്തമുന സംസ്ഥാന സർക്കാരിനെതിരെയാണ്. ഒരേപോലെ കേന്ദ്ര സർക്കാർ ഈ വിഭാഗത്തോട് അവഗണന കാണിക്കുന്നു. അപ്പൊ കേന്ദ്ര സംസ്ഥാന നയങ്ങൾക്കെതിരെ നിങ്ങൾക്ക് മുദ്രാവാക്യമില്ല. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കയറി വരാൻ പറ്റുന്നത്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന് സുരേഷ് ഗോപിക്ക് മുരളീധരനൊക്കെ തോന്നുകയാണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ സമരത്തിന് വ്യക്തത കുറവുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾക്ക് കണിശമായ ശബ്ദമില്ല. അങ്ങനെ കണിശമായ ശബ്ദം ഞങ്ങൾക്കെതിരെ ഇല്ല എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ കയറി വരുന്നത്. ഇല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വരാൻ പറ്റുമോ? കണിശനമായ നിലപാട്. എവിടെ 100 കോടി രൂപ നിങ്ങൾ ഉറക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് അതിനെ പടിചവിട്ടാൻ കഴിയില്ല. ഇന്ന് അയാൾ ആത്മവിശ്വാസത്തോടെ വന്ന് കയറി നിൽക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ സമരത്തിന്റെ ആളാണ് എന്ന മട്ടിൽ. ആ ധൈര്യം നിങ്ങൾ എടുക്കുന്ന ലൂസായ സമീപനത്തിന്റെ ഭാഗമാണ്. 35 കൗൺസിലർമാർ BJPക്കുണ്ട്. അവരുടെ കീഴിൽ പണിയെടുക്കുന്ന നൂറുകണക്കിന് ആശാവർക്കർമാരുണ്ട്. അവരാഗ്രഹിക്കുകയാണ് അവരുടെ നേതാവിനെ കൊണ്ടുവരണം. എന്താ കുഴപ്പമുണ്ടോ? അല്ലാതെ അവിടെ വി മുരളീധരൻ വന്നിട്ട് 3-ാം ദിവസം ഈ സമരത്തിന് ഞാനുണ്ടാക്കാൻ പരിഹാരം, ഈ സമരത്തിൽ നിങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ ഈ NHMന്റെ പദ്ധതിയിലേക്ക് സവിശേഷമായ മാറ്റം കൊണ്ടുവരാം എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ? ഇല്ല. പിണറായി വിജയനെ ചീത്ത വിളിക്കാൻ BJPക്കാർക്ക് അവസരം ഉണ്ടാക്കുന്ന സമരമാണ്. BJPക്കാർ കൂടി ഉത്തരം പറയേണ്ട സമരം.